മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ മൈസൂർ പൂവൻ അഥവാ പാളയംകോടൻ വാഴയ്ക്ക് വളമിടുന്ന രീതിയാണ്. അപ്പം ഇത് ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഒരു മാതൃവാഴ കൊണ്ടുവച്ചതാണ്. സാമാന്യം നല്ല മാതൃസസ്യത്തിൽ നിന്ന് കിട്ടിയ ഒരു വിത്താണ് ഞാൻ അന്ന് കൊണ്ടുവച്ചത്. അപ്പം അങ്ങനെ അതിൽ നിന്ന് തന്നെ നല്ലൊരു ശതമാനം ലാഭം എനിക്ക് കിട്ടി. ഞാൻ പാളയംകോടൻ വാഴ കൃഷി ചെയ്യുമ്പോൾ ഒരു വാഴയിൽ ചുറ്റും 4ഓളം വിത്തുകൾ വാഴയ്ക്ക് ചുറ്റും നിർത്തും. അപ്പം ആ 4ഓളം വിത്തുകളിൽ നിന്നും സാമാന്യം മികച്ച കൊല കിട്ടും. ഈ അവസാനമായിട്ട് ഞാൻ വെട്ടിയ കൊലയ്ക്ക് 38 കിലോ ഒരെണ്ണത്തിന് തൂക്കം ഉണ്ടായിരുന്നു. വലിയ പരിചരണം ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 കിലോ തൂക്കമുള്ള കുല, കഴിഞ്ഞ അനുഭവത്തിൽ നിന്നും ഒക്കെ പാഠങ്ങൾ പഠിച്ച് 50 കിലോ തൂക്കം വരുന്ന കുല ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു പരീക്ഷണമാണ് ഇപ്പം നമ്മുടെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ പാളയംകോടൻ വാഴ വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു മൂട് മതി, ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിൽ ഒരു മൂട് മതി. അപ്പോൾ ഇത് നമ്മൾ വയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഉണക്കിനെ, കഠിനമായ വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് ഈ പാളയംകോടൻ വാഴയ്ക്ക് ഇല്ലെന്നുള്ള ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഴയത്താണ് ഇത് വെക്കേണ്ടതും പരിചരിക്കേണ്ടതും. അങ്ങനെ ആവുന്ന കൊല കിട്ടും. അപ്പം അതല്ല, ഉണക്കത്ത് നമുക്ക് ഒരു നല്ലൊരു തൈ കിട്ടാൻ വഴിയുണ്ട്. ദൂരെ എവിടെയെങ്കിലും പോകാമെങ്കിൽ നല്ല മാതൃസസ്യത്തിൽ നിന്ന് ഒരു തൈ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഞാൻ കാണിച്ച നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയുടെ മെതേഡിൽ തന്നെ വാഴ വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുക എന്ന് പറയുമ്പോൾ ഈ ഉണക്കത്ത് ശുദ്ധജലം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പച്ചക്കറി കഴുകുന്നത്, അരി കഴുകുന്നത്, അതുപോലെ ചീനി കഴുകുന്നത്, അങ്ങനെയൊക്കെയുള്ള വെള്ളം നമ്മൾ നിത്യേന കൊണ്ട് ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അത് കിളിച്ച് വരത്തുള്ളൂ. കാരണം ഇതിന് ഉണക്കിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവില്ല. ഇത് ഇപ്പം സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇതിന് ഈ കഠിനമായ വരൾച്ചയിൽ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം വീഴാൻ വേണ്ടി ഞാൻ സൗകര്യം ഒരുക്കിയിരുന്നു. അതായത് ഈ പറഞ്ഞ രീതിയിൽ പച്ചക്കറി കഴുകുന്നതും അരി കഴുകുന്നതും അങ്ങനെ പാചക ആവശ്യത്തിന് ശേഷവും അതിന് മുമ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഇതിന് ചുവട്ടിൽ വന്ന് വീഴാനൊരു അവസരം ഞാൻ ഒരുക്കിയിരുന്നു. അപ്പം പാത്തി വെച്ചിരുന്നു, അതായത് PVC പൈപ്പിൻ്റെ പാത്തി വെച്ചിരുന്നു. അതാണ് ഇങ്ങനെ ഈ വാഴ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 4 വാഴയുണ്ട്. ഇതിപ്പോൾ 4 കൊല്ലത്തിന് മുമ്പ് വെച്ചതുമായിട്ടും ഏതാണ്ട് നല്ല ലാഭം ഉണ്ടാക്കിയതുമായതുകൊണ്ടും ഈ 4 കൊല്ലം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചൂട് പിന്നെ ഇത് മാണം മേപ്പോട്ടങ്ങ് വരും. അപ്പം വാഴയുടെ മാണം നമുക്കറിയാം, ഓരോ കൊല്ലം കഴിയുന്തോറും മേപ്പോട്ടാണ് വരുന്നത്, അത് അടിയിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആഴത്തിൽ കുഴിയെടുത്ത് നമ്മൾ ഈ വാഴകളെല്ലാം തന്നെ വെക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് പൂവനെ, പാളയംകോടനെ, റോബസ്റ്റായെ, അതുപോലെ തന്നെ ഞാലിപ്പൂവനെ, അതുപോലെ തന്നെ ഈ പിന്നെ ചെങ്കതളിക്കൊല, കപ്പ വാഴ എന്ന് പറയും, ഇതെല്ലാം തന്നെ കരയിൽ വെക്കുന്നുണ്ടെങ്കിൽ ആഴത്തിൽ കുഴിയെടുത്ത് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 കൊല്ലം അതിൽ നിന്നും അതിൻ്റെ വിത്തുകളിൽ നിന്നും ആദായം ലഭിക്കും. ആദ്യം ഒരു വിത്ത് വെക്കുക, പിന്നീട് പൂവനാണെങ്കിൽ 2 വിത്ത് നിർത്തിരിക്കുക, പാളയംകോടനാണെങ്കിൽ 4 നിർത്താം, മൈസൂർ പിന്നെ അതുപോലെ തന്നെ ഈ റോബസ്റ്റയ്ക്കാണെങ്കിലും ഒരു 3 വരെ നിർത്താം, ഞാലിപ്പൂവനാണെങ്കിൽ ഇഷ്ടംപോലെ വിത്ത് വളർത്താം. ഞാലിപ്പൂവിൻ്റെ ഒരു വീഡിയോ താമസിച്ച് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഈ വാഴ നമ്മൾ വളമിടുന്നതിൻ്റെ മുന്നോടിയായിട്ട് അപ്പം ഈ 4 വാഴയ്ക്കൂടാണ് നമ്മൾ പരിചരിക്കുന്നത്. ഈ 4 വാഴയും കൂടെ ആദായം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 4 1 5 ഉണ്ട്, 4 വിത്തും ഒരു മാതൃസസ്യവും, ഇതിൻ്റെ ആദായം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പൂർണ്ണമായിട്ട് മാറ്റുക. കാരണം ഇത് ഏകദേശം ഭൂമിയുടെ മണ്ണിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പാളയംകോടൻ ഇങ്ങനെ പെട്ടെന്ന് മറിഞ്ഞ് വീഴ്ത്തൊന്നുമില്ല, നല്ല പിടുത്തമുള്ള മാണവുമായിട്ട് നല്ല പിടുത്തമുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് മറിഞ്ഞ് വീഴ്ത്തൊന്നുമില്ല, അത് നമ്മൾ പേടിക്കേണ്ട. പിന്നെ വലിയ കുലയാണെങ്കിൽ ഒരു 30 കിലോയിൽ കൂടുതൽ അല്ലെങ്കിൽ 25 കിലോയിൽ കൂടുതൽ തൂക്കം വരുവാണെങ്കിൽ നമ്മളൊരു താങ്ങ് കമ്പ് കിട്ടുമെങ്കിൽ അതോ അല്ലെങ്കിൽ കയറിട്ടൊന്ന് കെട്ടിയോ ചെയ്യണം, ആ കൊല മറിഞ്ഞ് പറയും. കാരണം അത് താങ്ങത്തില്ല, പാളയംകോടൻ ഇതിന് താങ്ങത്തില്ല. ഉണക്കത്താണ് കൊലയ്ക്കുന്നെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളപ്രയോഗ രീതി നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമ്മൾ എന്നും പറയാനുള്ളത് തന്നെ വാഴയുടെ ശത്രു എന്ന് വെച്ചാൽ മണ്ടപ്പുഴുവും ബാണപ്പുഴുവും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉണക്ക് കാലത്ത് വന്ന ഇതേപോലെയുള്ള ഇതെല്ലാം നമ്മളെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മളെടുത്ത് മറ്റ് സസ്യങ്ങളുടെ നല്ല വളമാണിത്, മറ്റ് സസ്യങ്ങളുടെ ചുവട്ടിലിടുക. അതിനുശേഷം ഇതേപോലെയുള്ള ഉണങ്ങിക്കിടക്കുന്ന വാഴക്കൈ നമ്മൾ മുറിച്ച് മാറ്റണം. മഴക്കാലത്ത് വളരെ അത്യാവശ്യമാണ്. ഉണക്കാലത്ത് ഒരു പക്ഷേ പറ്റിയില്ലെങ്കിൽ പോലും മഴക്കാലത്ത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വാഴ ഞാൻ പറഞ്ഞ 4 വർഷം മുമ്പ് വെച്ച വാഴ ആയതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് മണ്ണെടുത്തിടാൻ ഒക്കത്തില്ല. അതിന് കുറച്ച് മണ്ണ് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ടതിന് ശേഷം വേണം നമുക്ക് വളപ്രയോഗം നടത്താൻ. അപ്പം ഞാൻ കുറച്ച് മണ്ണെടുത്തിടാൻ തുടങ്ങുകയാണ്.
അപ്പോൾ നമ്മൾ ഈ പാളയന്തോടൻ വാഴയുടെ 4 സൈഡിലും ചുറ്റുമുള്ള മണ്ണ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇടുന്ന വളം മണ്ണുമായി കലരണം. സെറ്റായി കിടക്കുക അല്ലെ കട്ടിയായി കിടക്കുന്ന മണ്ണിൽ കൊണ്ടുപോയി നമ്മൾ വളമിട്ടാൽ ആ വളം മണ്ണുമായി ലയിച്ച് ഈ വാഴയുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ വളരെയധികം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് മണ്ണ് ചെറുതായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത്. ചുവട്ടിൽ മണ്ണുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാണം മേപ്പോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ചുവട്ടിൽ നിന്ന് തന്നെ വെട്ടിയെടുപ്പിക്കാമായിരുന്നു. 2 കാര്യങ്ങളാണ് ഇപ്പോൾ മണ്ണിട്ട് കൊടുത്തത്. ഒന്ന്, ഈ 4 വാഴയുടെ കുലയും കൂടെ മാത്രമേ വെട്ടിയെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ വാഴ മൊത്തം ഉണ്ടാകുന്ന സസ്യങ്ങൾ മൊത്തം പിരിച്ചു മാറ്റി നടാനാണ്. ഇവിടെ കുറച്ച് നാളത്തേക്ക് മറ്റു വാഴയൊന്നും വെക്കത്തില്ല, അതിന് ശേഷമേ വാഴ വെക്കൂ. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്കറിയാം, നമ്മളെല്ലാ കൃഷിക്കും ഇടുന്ന ഒരു വളമാണ് കമ്പോസ്റ്റ് വളം. ഈ കമ്പോസ്റ്റ് വളം നമ്മൾ ഇടാൻ പോകുന്നത്, കമ്പോസ്റ്റ് വളം നമ്മൾ തയ്യാറാക്കുന്നത് ചാമ്പൽ ഉൾപ്പെടെ, മുട്ടത്തോട് ഉൾപ്പെടെ, അടുക്കളയിൽ നിന്നും നമ്മൾ കളയാനുള്ള പച്ചക്കറി ഉൾപ്പെടെ, അരിഞ്ഞതിന് ശേഷമുള്ള പച്ചക്കറി ഉൾപ്പെടെ, അതുപോലെ മീൻ കഴുകുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം കൂടി ഇട്ട് തയ്യാറാക്കുന്ന കമ്പോസ്റ്റ് വളമാണ്. ഇത് ഡ്രമ്മിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അല്പം ദൂരെ കൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കും. വാഴയ്ക്ക് എപ്പോഴും ദൂരെ കൂട്ടിയേ നമ്മൾ വളം ഇട്ട് കൊടുക്കാവൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഴയ്ക്ക് എപ്പോഴും ദൂരെ കൂട്ടി നമ്മൾ വളം ഇട്ട് കൊടുക്കാവൂ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കൃഷിക്കും അമിതമായ വളം പാടില്ല, പ്രത്യേകിച്ചും ജൈവ കൃഷിയിൽ. ഇപ്പോൾ തന്നെ ഇവിടെ 4 മൂട് വാഴയുണ്ട്. ഈ 4 മൂട് വാഴയ്ക്ക് ഇതേപോലെ ഒരു ചട്ടിയിൽ കൊള്ളുന്ന കമ്പോസ്റ്റ് വളം മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. പലരും അമിതമായ വളപ്രയോഗം ചെയ്യുന്നുണ്ട്. അത് എല്ലാ ജീവജാലങ്ങൾക്കും, സസ്യലതാദികൾക്കും, മനുഷ്യർക്കും, പക്ഷി മൃഗാദികൾക്കും അമിതമായ ഭക്ഷണം വളരെയധികം ദോഷം ചെയ്യുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഇപ്പം തന്നെ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ പോലും വ്യത്യാസം വന്നിരിക്കുന്നു. പഴയ കാലങ്ങളിൽ കിഴങ്ങ് വർഗ്ഗങ്ങളും അരിയാഹാരങ്ങളും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ ചപ്പാത്തിയിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. കാരണം അമിതമായ ആഹാരം കഴിച്ച് കൊഴുപ്പുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടി കരൾ രോഗം, വൃക്കരോഗം, കിഡ്നി രോഗമൊക്കെ ബാധിച്ച് വല്ലാതായിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതും ഒരു ജീവജാലമാണ്. ഇതിനും അമിതമായി വളം ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള രോഗകീടബാധകൾ അതിനെ ബാധിച്ച് ആ വാഴയും അതിൻ്റെ തൈകളും ഒക്കെ പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിളവ് തരുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അമിതമായ വളം ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞു 4 വളമാണ് ഒരു വാഴയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ 2ാമത്തെ വളമാണ്. മഴയുടെ ആരംഭത്തിൽ, ഏതാണ്ട് 3 മാസത്തിന് മുമ്പ്, മഴയുടെ ആരംഭത്തിന് മുമ്പ് തന്നെ ഒരു വളം ഞാൻ ചെയ്തിരുന്നു. അതിന് ശേഷം ആണ് ഇത് ഇങ്ങനെ തൈയൊക്കെ പൊട്ടി ഇങ്ങനായത്. ഇപ്പോൾ ഇത് 2ാമത്തെ വളമാണ്. ഇനിയും നല്ല മഴയാവുന്നുണ്ടേ ഒരു വളവും കുലച്ച് കഴിഞ്ഞ് ഒരു വളവും കൂടെ ചെയ്യും. അപ്പം 4 വളമാണ് ചെയ്യുന്നതെല്ലാം ജൈവവളമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ഈ ജൈവവളം ധാരാളമായിട്ടുണ്ട്. രാസവളമാണെങ്കിലേ ഉള്ളൂ ഒരു കൃഷി ചെയ്യുന്നതിനെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്നത്. ഇത് ഓരോ കൃഷി കഴിയും തോറും മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അമിതമായ വളം, കൂടുതൽ ലാഭം കിട്ടുമെന്ന കാരണത്താൽ അമിതമായ വളം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നു, നമ്മുടെ സമയം പോകുന്നു. ഒപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷയോടെ വളർത്തുന്ന ഏത് കൃഷിയായാലും അതിന് നാശമുണ്ടാകുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഇത് വാഴയുടെ മാത്രം കാര്യമല്ല, എല്ലാ വിളകളുടെയും കാര്യമാണ്. പ്രത്യേകിച്ചും പച്ചിലവളങ്ങളും ഒക്കെ ഇടുന്ന ഈ കൃഷിക്ക് ഒരിക്കലും അമിതമായി വളം പാടില്ല. കാരണം പ്രകൃതി തന്നെ ഈ മണ്ണിൽ നിന്നും കുറേ വളങ്ങൾ, അതായത് രാസവളം ഇടാത്ത കൃഷിയിടങ്ങളിൽ പ്രകൃതിയുടെ തന്നെ കുറേ വളങ്ങൾ ഇതിനകത്തുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന വളങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കളകളായിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ വളരുന്ന അത് പലതും പയറുവർഗ്ഗത്തിലുള്ള ചെടികളുണ്ട്. അത് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ പിടിച്ചെടുത്ത് അത് ഭൂമിക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അത് നശിച്ചു പോകുന്നു. അങ്ങനെ പ്രകൃതി ഒരുക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ, ഒരു ചെടിക്കും അമിതമായ, ഒരു വൃക്ഷത്തിനും ഒരു വിളകൾക്കും അമിതമായ വളം ഉപയോഗിക്കരുത്. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഇടാൻ പോകുന്ന വളം, നമ്മൾ എല്ലാ കൃഷിക്കും നമ്മൾ ശുപാർശ ചെയ്യുന്നതാണ് എല്ലുപൊടി. ഈ എല്ലുപൊടിയാണ് അതെല്ലാ കൃഷിക്കും നമുക്കിടാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ശക്തമായ വേരുപടലത്തിന് എല്ലുപൊടി ആവശ്യമാണ്. പ്രത്യേകിച്ച് മരച്ചീനിയൊക്കെ ഇടുന്നത് എല്ലുപൊടി എത്രമാത്രം അതിനകത്ത് ഉൾക്കൊള്ളുന്നു അതിനെ ആശ്രയിച്ചാണ് മരച്ചീനിയുടെ കിഴങ്ങ് പിടുത്തം ഉണ്ടാകുന്നത്. കാരണം ഇത് വേരുപടലം, ഇപ്പം ഈ വാഴയ്ക്കൊന്നും ഞാൻ ഉത കൊടുത്തിട്ടില്ല. 38 കിലോ കിട്ടിയ വാഴ പോലും
താങ്ങ് കൊടുക്കാതെ തന്നെയാണ് അത് വെട്ടിയെടുത്തത്. കാരണം അത്രമാത്രം ഈ പിണ്ടിക്ക് ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കൊലയ്ക്കും. ഒരു 1.5 മാസത്തിനകത്ത് വെച്ച് ഇത് കൊലയ്ക്കും, നല്ല കൊല കിട്ടും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വളം എടുത്ത് പിണ്ടി വലുതാകുമെന്നല്ല, വളം വലിച്ചെടുത്ത് നമുക്ക് ഫലം ലഭിക്കുക. അപ്പോൾ ഇത് കണ്ട ഇത്രയും വാഴയ്ക്കൂടി ഇതാണ് നമ്മൾ ഇടുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 300 ഗ്രാം എല്ലുപൊടിയേ ഉള്ളൂ. 100 ഗ്രാം എല്ലുപൊടി വെച്ചാണ് നമ്മൾ സാധാരണ ഇടുന്നത്. ഇതിപ്പം ഇത്രയും വാഴ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിടുന്നത്. അത് നമ്മൾ കിട്ടും. ഇനി നമ്മൾ ഇടാൻ പോകുന്നത്, ഇത് നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളെല്ലാ കൃഷിക്കും ഇടുന്ന ഒരു സംഗതിയാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ മണ്ണിലുള്ള രോഗ കീട കൃമികളെ നശിപ്പിച്ച് കളയുന്നു. ഒപ്പം ഇതൊരു വളവും കൂടിയാണ്. അപ്പം മണ്ണിൽ പല വിധത്തിലുള്ള ആവശ്യമില്ലാത്ത രോഗാണുക്കളും ഒക്കെ ഉണ്ട്, എല്ലാ മണ്ണിലും ഉണ്ട്. അത് ഏത് കൃഷിക്കും അത് വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് മഴക്കാലം ആകുമ്പോഴത്തേന് ഇത് ശരിക്കും മണ്ണുമായിട്ട് ലയിച്ച് അതിൻ്റെ മണ്ണിൽ കലരുകയും വളരെ വർഷങ്ങളോളം ഇതിൻ്റെ ഗുണം മണ്ണിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ എടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്കാണ്. ഇതൊക്കെ നമ്മളെല്ലാ കൃഷിയും ഇടുന്നതാണ്. നമ്മൾ വാഴയ്ക്ക് ഇത്രയും വളങ്ങളെ എടുത്തുള്ളൂ. കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത്രയും മാത്രമേ എടുത്തുള്ളൂ. അപ്പം കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒരേ സമയത്ത് ഇടുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങൾ. ഒന്ന്, പെട്ടെന്ന് കൊലയ്ക്കും, വാഴ പെട്ടെന്ന് കൊലയ്ക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു. അതുകൂടാതെ നല്ല തൂക്കം, കായ്കൾക്ക് നല്ല തൂക്കം കിട്ടും. വലിയ കൊലകൾ കിട്ടും, കായ്കൾക്ക് നല്ല തൂക്കം കിട്ടും. അതിനാണ് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഒരേ സമയത്തിരുന്നത്. അപ്പോൾ ഇത് ഏത് കൃഷിക്കൊണ്ടും ചെയ്യാവുന്ന, ഏത് കൃഷിക്കും, അത് എല്ലാ കൃഷിക്കും നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുകൂടെ നമ്മൾ ഇടാൻ പോവുകയാണ്. ഇതുകൂടെ ചെയ്താൽ നമ്മുടെ ഈ വാഴയുടെ, പാളാന്തോടം വാഴയുടെ രണ്ടാമത്തെ നമ്മുടെ വളപ്രയോഗം ഓക്കെയായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വളത്തിൻ്റെ മുകളിൽ, ഇപ്പോൾ ഇവിടുന്ന് മണ്ണ് വെട്ടിയിടാല്ലാത്തതുകൊണ്ട് വളത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൂടെ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ വളപ്രയോഗം പൂർത്തിയാവും. തീർച്ചയായിട്ടും ഈ വാഴയുടെ അടുത്ത വളപ്രയോഗം ഇല്ല, പകരം കൊല വരുന്നതും ആ കൊലയുടെ വിളവെടുക്കുന്നതും നമ്മൾ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, ഭൂവിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വാഴ നട്ട് നമ്മുടെ കുടുംബത്തിലേക്കുള്ള ആവശ്യമുള്ള കൊല ഉൽപ്പാദിപ്പിക്കാം. അതല്ല, ഭൂമിയുള്ളവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു ആളുടെ സഹായത്തോടു തന്നെ വാഴക്കൃഷിയിലൂടെ മികച്ച നേട്ടവും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ വാഴയുടെ വളവിടിയിലും അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ചും കർഷകരെ സംബന്ധിച്ചും ഗ്രഹവൈദ്യത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ദയവായി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.